ആടുജീവിതം ഫുൾ സിനിമ കണ്ടു. 2 hours 52 minutes. നല്ലൊരു ബ്ലസ്സി പടമാണ്. പൃഥ്വിരാജ് ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ചില സീൻസ് മരുഭൂമിയിൽ ചില സീൻസ് റിപ്പീറ്റിനോട് തോന്നി. ഒരു സർവൈവൽ ത്രില്ലറാണ്. ടെക്നിക്കലി സൂപ്പർബാണ്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അത് നല്ലതാണ്. ഒരു ക്ലാസിക് ഫിലിമാണ്. അപ്പോൾ ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓടുകയും ചെയ്യും. ഫസ്റ്റ് ഹാഫിലെല്ലാം ആദ്യം തുടങ്ങിയപ്പോൾ കുറച്ച് ലാഗ് തോന്നി. കഥയും നന്നായിട്ട് തോന്നി. ഇൻ്റർവലായപ്പോൾ നന്നായിരുന്നു. അമല പോൾ അങ്ങനെ വലിയ റോളൊന്നുമില്ല. കുഴപ്പമില്ല, അഭിനയം കുഴപ്പമില്ല. എടുത്തു പറയാവുന്നത് ബ്ലസ്സിയുടെ മേക്കിങ്ങും ഇതിൻ്റെ പെർഫോമൻസുമാണ്. നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പൃഥ്വിരാജ് കുറേ കഷ്ടപ്പെട്ടെന്ന് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. വിറച്ചല പലപ്പോഴും അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും പൃഥ്വിരാജിന് ഇതുവരെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. പൃഥ്വിരാജിന് ഫസ്റ്റ് നാഷണൽ അവാർഡായി. പൃഥ്വിരാജ് നാഷണൽ അവാർഡ് അർഹിക്കുന്നുണ്ട്. എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയം എല്ലാത്തിനും നല്ലതാണ്. അറബികളിലത്തെ ദുഷ്ടന്മാരെ അറബികളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു. ഗൾഫിലെല്ലാം ഭയങ്കര ഹിറ്റായി. ബുക്ക് എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. ബെന്യാമിൻ പറ്റിയ സ്റ്റോറി അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നജീബ് തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ഉഗ്രം പടം. പൃഥ്വിരാജ് തകർത്തുണ്ട്. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പടം ഓടാനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.